ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബാരിസൻ യൗമൻ ലിന്നാസി. കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി ബാരിസൻ വെളിവാകുന്നവരായി, യൗമൻ ഒരു ദിവസം, ലിന്നാസി ജനങ്ങളിലേക്ക്. ബാരിസൻ എന്ന് പറഞ്ഞാൽ ഐ ലാഹിറൻ ലഹും അവരിലേക്ക് വെളിവാകുന്നവരായി, ഗൈറ മുതഹജ്ജബിൻ അൻഹും അവരെ തൊട്ട് ഒരു മറയും ഇല്ലാത്ത രൂപത്തിൽ. ആ സമയത്ത് അതാഹു റജുലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ റജുലുൻ ഒരു പുരുഷൻ വന്നു. ഫഖാല എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, മൽ ഈമാനു ഈമാൻ എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഈമാൻ എന്നാൽ എന്താണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഈമാനു ഈമാനാകുന്നത് അൻ തുഅ്മിന ബില്ലാഹ് നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്. നീ വിശ്വസിക്കലാണ്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കണം. അള്ളാഹു ഉള്ളവനാണ്, അവൻ ഉണ്ടായവനല്ല, അവൻ പണ്ടേ ഉള്ളവനാണ്, എന്നും നിലനിൽക്കുന്നവനാണ്. അവന് ജിസ്മ് ഇല്ല, അവയവങ്ങളില്ല, അവനിക്ക് മറ്റൊന്നിലേക്ക് ആശ്രയിക്കേണ്ടവനല്ല, നിരാശ്രയനാണ്. അവൻ ഏകനാണ്. അള്ളാഹു രണ്ടെണ്ണമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. രണ്ടെണ്ണം ഉണ്ടായാൽ അവിടെ തമാനുവ് വരും, വൈരുദ്ധ്യങ്ങൾ വരും, സംഘട്ടനങ്ങൾ വരും. അധികാരികൾ, ഒരേ പവറുള്ള അധികാരികൾ ഒന്നിലധികം ഉണ്ടാകുമ്പോൾ ഭരണം നടക്കൂല, തർക്കമാണ് അവിടെ ഉണ്ടാവുക. അപ്പം അതൊക്കെ പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നീങ്ങും. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ഇവിടെ അള്ളാഹു അല്ലാതെ മറ്റ് ഇലാഹുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആകാശവും ഭൂമിയും തന്നെ ഇവിടെ ഉണ്ടാവൂല. കാരണം പരമാധികാരനാണല്ലോ അള്ളാഹു എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു ആകാശം ഉണ്ടാകും എന്ന് വിചാരിക്കുമ്പോൾ ആകാശം ഉണ്ടാകണം, വേറൊരു അള്ളാഹു ഉണ്ടാകണ്ടെന്ന് വിചാരിക്കുമ്പോൾ ആകാശം ഉണ്ടാകാതെക്കണം. ഇങ്ങനെ ഇവിടെ ഒന്നും ഉണ്ടാകാതെ വരും, എല്ലാം ഫസാദാകും. അപ്പം അള്ളാഹു ഏകനാണ്, അവൻ നിരാശ്രയനാണ്, മറ്റൊന്നിലേക്ക് ആശ്രയിക്കുന്നവനല്ല. അള്ളാഹുവിനിക്ക് കാണാൻ കണ്ണിന്റെ ആവശ്യമില്ല, അള്ളാഹുവിന് കേൾക്കാൻ ചെവിയുടെ ആവശ്യമില്ല, അള്ളാഹുവിന് പിടിക്കാൻ കയ്യിന്റെ ആവശ്യമില്ല. അള്ളാഹു മറ്റൊന്നിലേക്ക് ആശ്രയിക്കുന്നവൻ അല്ല. അള്ളാഹുവിനിക്ക് ജിസ്മില്ല. ജിസ്മുണ്ടാകുമ്പോൾ ആ ജിസ്മിലേക്ക് അള്ളാഹു ആവശ്യമാകുന്നവനായി വരും. അള്ളാഹു മറ്റൊന്നിലേക്ക് ആവശ്യമായവനല്ല. അതൊക്കെ നമുക്കുള്ളതാണ്. നമുക്ക് ജിസ്മു വേണം, നമുക്ക് പിടിക്കണമെങ്കിൽ കയ്യ് വേണം, നടക്കണമെങ്കിൽ കാല് വേണം. അള്ളാഹുവിനിക്ക് ജുസ്ഉകളില്ല. ജുസ്ഉകൾ ഉണ്ടാവുകയാണെങ്കിൽ ജുസ്ഉകൾ ഇല്ലത്തും അള്ളാഹു മഅലൂലുമാകേണ്ടി വരും. ഇല്ലത്ത് മഅലൂലിനേക്കാൾ മുന്തൽ നിർബന്ധമാണ്. അപ്പോൾ അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ ജുസ്ഉകൾ സമാനിയായോ അല്ലെങ്കിൽ റുത്തബിയായോ അത് മുന്തൽ വരും. രണ്ടാണെങ്കിലും അത് ഇംകാനെ നിർബന്ധമാക്കും. അപ്പൊ അള്ളാഹു വാജിബല്ല എന്ന് പറയേണ്ടി വരും, അള്ളാഹു പണ്ടേ ഉള്ളവനല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ അള്ളാഹു ഉണ്ടായവനാണ്. ഉണ്ടായവനാണെങ്കിൽ ആ ഉണ്ടായ ആളെ ഉണ്ടാക്കിയതാര്? ഉണ്ടായ വസ്തുവിനെ ഉണ്ടാക്കിയ ഒരാളിലേക്ക് ആവശ്യമാണ്. അപ്പൊ ഉണ്ടാക്കിയവനാര് എന്ന ചോദ്യം വരും. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹുവിനിക്ക് ജുസ്ഉകളില്ല, അള്ളാഹുവിനിക്ക് ജിസ്മില്ല, അള്ളാഹു മുറക്കബല്ല, അല്ലേ? അള്ളാഹു തആലാക്ക് മറ്റൊന്നിലേക്കും ആവശ്യമില്ല. അള്ളാഹു ഏകനാണ്, അള്ളാഹു സൃഷ്ടാവാണ്, അള്ളാഹു സൃഷ്ടിയല്ല. പണ്ടക്കും പണ്ടേ അള്ളാഹുയുടെ ഉള്ളവനാണ്, എക്കാലത്തും നിലനിൽക്കുന്നവനുമാണ്. കുല്ലു ശൈഇൻ ആലികുൻ ഇല്ലാ വജൂഹു, എല്ലാം നശിച്ചു പോകും, അള്ളാഹു എന്താവൂല, നശിച്ചു പോവുകയില്ല. അപ്പൊ അതാണ് അള്ളാഹു. ആ അള്ളാഹുവിൽ വിശ്വസിക്കുക, അതാണ് അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. അങ്ങനെ അല്ലാതെ വിശ്വസിക്കുന്നതൊന്നും അള്ളാഹുവിലുള്ള വിശ്വാസമല്ല. വ മലായികത്തിഹി, അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കലാണ്. യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടത് മുഴുവനും പ്രവർത്തിക്കുന്നവരാണ്, വിരോധിക്കപ്പെട്ടത് മുഴുവനും വർജിക്കുന്നവരാണ്. അവരങ്ങനെ ഒരു സ്വഭാവത്തിലാണ് അള്ളാഹു തആല സൃഷ്ടിച്ചത്. അങ്ങനെ മുഖറബീങ്ങളായ, പ്രത്യേകം ആദരവ് നൽകപ്പെട്ട, അവർക്ക് വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കാൻ കഴിയും. നേർത്ത പ്രകാശം, തീയ് തന്നെ നേരിയതാണ്, അതിനേക്കാളും നേരിയതാണ് പ്രകാശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മലക്കുകളെ ഉണ്ടാക്കിയത് എന്നതുകൊണ്ട് തന്നെ മലക്കുകളെ
നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ അവരെ കാണാനും പറ്റും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൽ ഈ ഹദീസിൽ തന്നെ ഒരു റജുല് വന്നു എന്ന് സ്വഹാബത്ത് പറഞ്ഞത് കണ്ടുകൊണ്ടതാണ്. അതെന്താ? മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ പറ്റി. എന്നാൽ മലക്കിന്റെ ഹഖീഖിയായ സ്വഭാവത്തിൽ വരികയാണെങ്കിൽ മലക്കുകളെ കാണാൻ സാധാരണ കണ്ണുള്ള ആൾക്ക് കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കും. അതെന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് സാധാരണ കണ്ണല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത കണ്ണ് നമ്മളെ കണ്ണിന്റെ പോലെ പവറുള്ള കണ്ണല്ല, അസാധാരണ കണ്ണാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കിൻ്റെതായ സ്വഭാവത്തിൽ വരുമ്പോൾ തന്നെ കാണാനുള്ള കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളുടേതായ ശബ്ദത്തിൽ വരുമ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രവണപുടം സാധാരണ ശ്രവണപുടം അല്ല. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലസ്തു കമിസ്ലിക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യരല്ല, അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ സാധാരണ മനുഷ്യനാണ് എന്ന് വിശ്വസിച്ച് വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവർ യഥാർത്ഥ വിശ്വാസം വിശ്വസിച്ചിട്ടില്ല. അപ്പൊ അവർ യഥാർത്ഥ വിശ്വാസികൾ ആവുകയില്ല.